എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ആഴ്ചഫലത്തിൽ ആദ്യമായി അശ്വതി നക്ഷത്രം. ഔദ്യോഗിക തലത്തിൽ ചുമതലകൾ അതുപോലെ തന്നെ അധികാരപരിധിയും വർദ്ധിക്കും. സാമ്പത്തിക ഭദ്രത, കുടുംബ ഭദ്രത എന്നിവ കാണുന്നുണ്ട്. വാഹനം മാറ്റിവാങ്ങും, സ്ഥലം മാറ്റം ഉണ്ടാകും. ഉദരരോഗത്തിന് സാധ്യത. വെള്ളിയാഴ്ച ദിവസം അനുകൂലമാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. പ്രവാസികൾക്ക് നാട്ടിലേക്ക് വരുവാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് മാറ്റമുണ്ടാകും. കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകുന്നതാണ്. കലാ സാഹിത്യ രംഗത്ത് ശോഭിക്കുവാൻ സാധിക്കും. പരീക്ഷകളിൽ ഉന്നത വിജയം സാധ്യമാകും. ഭാഗ്യ ദിവസം ചൊവ്വാഴ്ചയാണ്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങും. കൃഷിയിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും. വീട് പണി ആരംഭിക്കും. പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും രക്ഷ നേടും. IT രംഗത്തുള്ളവർക്ക് നല്ല സമയമാണ്. ഭാഗ്യ ദിവസം ശനിയാഴ്ചയാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. പരീക്ഷകളിൽ വിജയിക്കും. തൊഴിൽ മേഖലയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കും. ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങും. വാതരോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ്. അടുത്തത് മകയിരം നക്ഷത്രമാണ്. പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും. സന്താന ലബ്ധിക്ക് അനുകൂലമായ സമയമാണ്. പൊതുരംഗത്ത് സജീവമാകും. അസുഖത്താൽ അവധിയെടുക്കുവാൻ നിർബന്ധിതനാകും. പ്രമേഹ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ വേണ്ടിവരും. തിങ്കളാഴ്ച ദിവസം അനുകൂലമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ഉപരിപഠനത്തിന് ചേരും. പ്രമുഖരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തും. സുഹൃത്തിൻ്റെ സമയോചിതമായ ഇടപെടലുകൾ അപകീർത്തി ഒഴിവാക്കും. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ്. അടുത്തത് പുണർന്ന നക്ഷത്രമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങും. മക്കളുടെ കാര്യത്തിൽ സമാധാനം ഉണ്ടാകും. കർമ്മപരമായി ആദരിക്കപ്പെടും. അന്ധമായ ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. ഭക്ഷ്യവിഷബാധയ്ക്ക് സാധ്യത. ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കും. കാർഷിക രംഗത്ത് നൂതന ആശയം നടപ്പിലാക്കും. പൊതുപ്രവർത്തകർക്ക് വിമർശനം നേരിടേണ്ടി വരും. ചെലവുകൾ നിയന്ത്രിക്കുക. ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ജോലി ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങും. സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദബന്ധം ഉടലെടുക്കും. തെറ്റുകളും അബദ്ധങ്ങളും തിരുത്തി മുന്നേറും. കഫ നിർദോഷ രോഗപീഠകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ്. അടുത്തത് മകം നക്ഷത്രമാണ്. മത്സരങ്ങൾ, നറുക്കെടുപ്പ് എന്നിവയിൽ വിജയിക്കും. പുതിയ ജോലി മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. വിവാഹം നടക്കും. പുതിയ വാഹനം വാങ്ങും. മക്കളുടെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വെള്ളിയാഴ്ച ദിവസം അനുകൂലമാണ്. അടുത്തത് പൂരം നക്ഷത്രമാണ്. ഭാഗ്യവും ദൈവാനുകൂല്യവും വർദ്ധിക്കും. കർഷകർക്ക് നല്ല സമയമാണ്. കടബാധ്യതകൾ തീർക്കും. കുടുംബസ്വത്തിൽ അവകാശ തർക്കം പരിഹരിക്കും. ദേവാലയങ്ങൾ സന്ദർശിക്കും. കച്ചവട സ്ഥലത്ത് മന്ദത അനുഭവപ്പെടും. ഭാഗ്യ ദിവസമാണ് വ്യാഴാഴ്ച. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. ആഗ്രഹിച്ച രീതിയിൽ ഗൃഹനിർമ്മാണം പൂർത്തിയാകും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സമ്മിശ്ര ഫലം. ചികിത്സാ മാറ്റം അനിവാര്യമായി വരും. അശ്രദ്ധ മൂലം ധനനഷ്ടത്തിന് സാധ്യത. ഭാഗ്യ ദിവസം ചൊവ്വാഴ്ചയാണ്. അടുത്തത് അത്തം നക്ഷത്രമാണ്. അന്യദേശത്തു നിന്നും ശുഭവാർത്തകൾ കേൾക്കും. താൽക്കാലിക ജോലിയിൽ മാറ്റം ഉണ്ടാകും. വിനോദ യാത്രയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. സ്കോളർഷിപ്പും മറ്റും ലഭിക്കും. പുതിയ ഗൃഹം ആദായ വിലയ്ക്ക് സ്വന്തമാക്കും. ആരോഗ്യം ശ്രദ്ധിക്കണം. ഭാഗ്യ ദിവസം ശനിയാഴ്ചയാണ്. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കും. ജീവിത പങ്കാളിക്ക് സർക്കാർ ജോലി ലഭിക്കും. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യദിനം ബുധനാഴ്ചയാണ്. അടുത്തത് ജ്യോതി നക്ഷത്രമാണ്. ജോലി സാധ്യത കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പ്രീതിക്ക് പാത്രമാകും. പൊതുജന പ്രീതി നേടും. കർമ്മരംഗത്ത് അപ്രതീക്ഷിത സ്ഥാനലബ്ധി ഉണ്ടാകും. ഭൂമി ഇടപാടിൽ കൈകൊള്ളാതെ സൂക്ഷിക്കണം. ഭാഗ്യ ദിവസം ഞായറാഴ്ചയാണ്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. തൊഴിൽ മേഖലകളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകും. കലാകായിക മത്സരങ്ങളിൽ വിജയിക്കും. പഠനകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അശ്രദ്ധ മൂലം അപകടം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യ ദിവസം ചൊവ്വാഴ്ചയാണ്. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനപ്രീതി വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് അകാരണമായ ഭയവും ഉദാസീനതയും ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യത. ശനിയാഴ്ച ഭാഗ്യദിനമാണ്.
അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാകും. വേണ്ടപ്പെട്ടവരുടെ സഹായം ലഭിക്കും. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും. പാരമ്പര്യ സ്വത്ത് ലഭിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ സാധ്യമാകും. നേത്രരോഗത്തിന് സാധ്യത. ഭാഗ്യദിനം ബുധനാഴ്ചയാണ്. അടുത്തത് മൂലം നക്ഷത്രമാണ്. അർഹമായ പിതൃസ്വത്ത് ലഭിക്കും. വിദേശ ജോലി അനുകൂലമാകും. പരീക്ഷയിൽ വിജയിക്കുവാൻ സാധിക്കും. വീട് പണികൾക്ക് തുടക്കം കുറിക്കും. വ്യവസായത്തിൽ നിന്നും മെച്ചപ്പെട്ട വരുമാനം ലഭിക്കും. അപ്രിയ സത്യങ്ങൾ തുറന്നു പറയാതിരിക്കുന്നതായിരിക്കും ഗുണം. ഭാഗ്യദിനം വെള്ളിയാഴ്ചയാണ്. അടുത്തത് പൂരാട നക്ഷത്രമാണ്. പ്രണയബന്ധം സഫലമാകും. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കും. ഉദ്യോഗത്തിൽ മാറ്റമുണ്ടാകും. അയൽക്കാരുമായി തർക്കമുണ്ടാകുന്നത് ഒഴിവാക്കുക. ബന്ധുക്കൾക്കിടയിൽ തർക്കങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കേണ്ടി വരും. ഭാഗ്യദിവസം വ്യാഴാഴ്ചയാണ്. അടുത്ത ഉത്രാട നക്ഷത്രമാണ്. പുതുതായി തുടങ്ങിയ സംരംഭങ്ങൾ ലാഭകരമാകും. വിവാഹം തീരുമാനിക്കും. മക്കളുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകൾ നിറവേറും. പുതിയ സൗഹൃദം ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് നല്ല സമയമാണ്. വാതരോഗങ്ങൾ വർദ്ധിക്കും. ഭാഗ്യദിവസം ബുധനാഴ്ചയാണ്. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ഏറ്റെടുത്ത ദൗത്യം നടപ്പിലാകും. പ്രവാസികൾക്ക് നാട്ടിലേക്ക് വരുവാനുള്ള സാഹചര്യം ഉണ്ടാകും. പൂർവിക സ്വത്ത് വന്നു ചേരും. ഇഷ്ടവിഷയം പഠിക്കുവാൻ അവസരം ലഭിക്കും. പോലീസ് സ്റ്റേഷൻ, കോടതി എന്നിവ കയറേണ്ട സാഹചര്യം വന്നു ചേരും. ചർമ്മരോഗങ്ങൾ മനപ്രയാസത്തിന് ഇടവരുത്തും. ഭാഗ്യദിവസം തിങ്കളാഴ്ചയാണ്. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. കച്ചവടത്തിൽ പണം മുടക്കുവാൻ പറ്റിയ സമയമാണ്. ജീവിത പങ്കാളിയുടെ ആഗ്രഹം നിറവേറ്റും. മക്കളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. അധ്യാപകർക്ക് അംഗീകാരത്തിന് സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യ ദിവസമാണ് ബുധനാഴ്ച. അടുത്തത് ചതയം നക്ഷത്രമാണ്. കർമ്മപരമായി ആദരിക്കപ്പെടും. മേലധികാരികൾ തൃപ്തിപ്പെടും. ഉദ്ദേശ സ്ഥാപനത്തിൽ ഉപരിപഠനത്തിന് സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കും. പൊതുപ്രവർത്തകർക്ക് മന്ദത അനുഭവപ്പെടും. ഭാഗ്യ ദിവസം ശനിയാഴ്ചയാണ്. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. പഠന നിലവാരം മെച്ചപ്പെടുത്തും. സിനിമ, സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുയോജ്യമായ സമയമാണ്. ഊഹക്കച്ചവടങ്ങളിൽ നഷ്ടം സംഭവിക്കും. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സ വേണ്ടിവരും. ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ്. അടുത്തത് ഉത്രട്ടാ നക്ഷത്രമാണ്. പുതിയ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തും. നിയമ തടസ്സങ്ങൾ നീങ്ങും. മാതാപിതാക്കളുടെ ആഗ്രഹം പോലെ ഉപരിപഠനം നടത്തുവാൻ സാധിക്കും. കായിക രംഗത്തുള്ളവർക്ക് ശോഭിക്കുവാൻ സാധിക്കും. കൂട്ടുകച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാം. ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ്. അവസാനമായി രേവതി നക്ഷത്രമാണ്. വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും. കേസുകളിൽ അനുകൂല വിധി വരും. മത്സരം, നറുക്കെടുപ്പ് എന്നിവയിൽ വിജയിക്കുവാൻ സാധിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. വ്യവസായത്തിൽ നിന്നും പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കുകയില്ല. ഭാഗ്യദിനം ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.